ഇവിടെ പുഴമീൻ്റെ ബിസിനസ് നടത്താൻ നമുക്കൊരു ഒരാളെ പരിചയപ്പെടുത്തരാം. ഒട്ടുമിക്ക ആൾക്കാർക്കും സുപരിചിതമാണ് നമ്മളെ ഇസ്മായിൽക്ക. അപ്പൊ ഇസ്മായിൽക്ക, ആ കച്ചവടത്തിന്റെ കുറച്ച് ഗുഡൻസ് ഒക്കെ പറഞ്ഞ എത്ര കൊല്ലായി മീൻ കച്ചവടം തുടങ്ങിയിട്ട്? നമുക്ക് പ്രത്യേകിച്ച് ഗുഡൻസ് ഒന്നുമില്ല. പല കച്ചവടക്കാരും ഇപ്പൊ ഈ വീഡിയോ പിടിക്കുന്ന ആള് വരെയും വായലാവിന്റെ ക്വാളിറ്റിയിലാണ്. അവരുടെ ക്വാളിറ്റി വായലാവിനാണ് ക്വാളിറ്റി. നമുക്ക് വായലാവിന്റെ ഒരു ക്വാളിറ്റി ഒന്നുമില്ല. നമ്മളെ പ്രൊഡക്ഷൻ ഉൽപ്പന്നങ്ങൾ മറ്റേ മീനും ചെമ്മീനും മറ്റുള്ളതിന്റെ ക്വാളിറ്റി. നമ്മളെ പുഴവക്കത്ത് ആരും ഇല്ലാത്ത സ്ഥലത്തിന് കച്ചവടം ചെയ്യുന്നത്. എക്സ്പോർട്ടിംഗ് ഒക്കെ ഉണ്ട് ഇവിടുന്ന്. അതൊക്കെ ഉണ്ട്. ഇപ്പൊ അതൊക്കെ ഇത് എക്സ്പോർട്ടിംഗ് ഒക്കെ മൊത്തത്തിൽ കുറവാണ്. ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ടിംഗ് പഴയ പോലെ നടക്കുന്നില്ല. ഇല്ല, കേരളത്തിന് പ്രത്യേകിച്ചും. അപ്പം അതിൻ്റെ പേരിൽ ഇപ്പോൾ അതിന് ഉൽപ്പന്നങ്ങളും കുറവാണ്, എക്സ്പോർട്ടിങ് കുറവാണ്. പണ്ടത്തെ പോലെ നടക്കുന്നില്ല. പിന്നെ വലിയ ഹോട്ടലുകൾക്കൊക്കെ വലിയ ഹോട്ടലുകൾക്കൊക്കെ കമ്പനിക്കാരെടുത്ത് സപ്ലൈ ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകും. അപ്പോൾ നമ്മളെ വായിലാവിൻ്റെ എല്ലാം ക്വാളിറ്റി ഇല്ല. അത് നമുക്ക് താങ്ങണാണല്ലേ പറഞ്ഞ ഈ വീഡിയോ പിടിക്കുന്ന ആളെ കച്ചവടക്കാനുള്ള. നമുക്കതിന് വായിലാവിന് പ്രത്യേകിച്ച് ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇസ്മായിൽക്ക ഫേമസ് ആണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും പുഴമീൻ്റെ രാജാവാരെന്ന് വെച്ചാൽ നമ്മളെ കരുവപ്പെടുന്ന അങ്ങാടിയിൽ ഇസ്മായിൽക്കാണ്. അതായത് ചെമ്മീൻ, കക്ക, ഞണ്ട് ഇതെല്ലാം സ്പോട്ടിൽ ലൈവായിട്ട് ഫ്രഷ് സാധനം കിട്ടുന്ന ഒരേ ഒരു സ്ഥലം നമ്മളെ കരുവപ്പെടുന്നുള്ള ഇസ്മായിൽക്കാട് എടുത്ത് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് റോഡ് സൈഡിൽ തന്നെ നമുക്ക് കടയും ബിൽഡിംഗ് ഒക്കെ സ്വന്തമായിട്ടുണ്ട്. പക്ഷെ അവിടെ വിൽക്കാണ്ട് നമ്മൾ പുഴവക്കത്ത് ഒറ്റപ്പെട്ട സ്ഥലത്ത് ചെയ്യുന്ന വെച്ചാൽ ആൾക്കാർ നമ്മളറിഞ്ഞ് ഇവിടെ വരും. ഒരു പരസ്യമില്ല. ഒരാള് പരസ്യം ചോദിച്ചാൽ നമുക്ക് കൊടുക്കാറുമില്ല. ഇല്ല. ഇതിപ്പോ നമ്മുടെ സുഹൃത്തിന്റെ മോനായതിന്റെ പേരിൽ നമ്മളിങ്ങനെ പറയുന്ന ഒരു പരസ്യം ചെയ്യാൻ സമ്മതിച്ചിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരു ഫുട്ബോൾ കളിക്കാർക്ക് ഒരു പരിപാടിക്കാർക്ക് ഒരു പരസ്യം കൊടുത്തിട്ടില്ല. ഇസ്മായിൽക്ക, ഇതിന്റെ റേറ്റ് ഒക്കെ എത്ര ഈ കൊഞ്ചിന്റെ? ഇതിന്റെ സീസൺ സ്റ്റാർട്ടിങ്ങിൽ 1000 വരെ ഉണ്ടായിരുന്നു. 1000 ഇപ്പൊ കുറഞ്ഞു. അതിപ്പോ ഈ വെള്ളത്തിൽ ഉപ്പൊക്കെ വന്നപ്പോ ഇതിന്റെ ചരക്ക് ഇപ്പൊ നമ്മൾ ചരക്ക് കുറവാണ്. ഇപ്പൊ ഒരു 700 ആയിട്ടുണ്ട് അല്ലേ? ഇതുപോലത്തെ കാഴ്ചകളൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം കേട്ടോ. പൊന്നാര മക്കളെ നിങ്ങൾ കരുവപ്പെടുന്നതിലേക്ക് പോകുന്നോ? നമ്മൾ ഇസ്മായിൽക്കാട മീൻകട എന്ന് വെച്ചാൽ ശരിക്കും സത്യത്തിൽ ഫേമസ് ആണ്. ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം ഇസ്മായിൽഖാനെ. ആ ചിരിയിൽ വീകും കസ്റ്റമേഴ്സ് എല്ലാവരും. കണ്ടില്ല ആ ചിരി നോക്കിയാൽ എൻ്റെ പൊന്നു മക്കളെ രക്ഷയില്ല. ഇസ്മായിൽക്ക, ഈ ഞണ്ടിന്റെ റേറ്റ് എത്രയാണ്? ഒരു ഞണ്ട് എടുത്തത് ഞണ്ടിന്റെ വില ഇപ്പൊ ഇവിടെ ഞണ്ട് ഇപ്പൊ വലിയ വില എത്തിയിട്ടില്ല. കുറച്ച് കഴിയും വരാൻ. ഇത് കമ്പനി ഞണ്ടണോ? അതെ, 750 രൂപ വില ഉണ്ട്. 750 രൂപ വില അല്ലേ ഒരു ഞണ്ടിന്? ഞണ്ട് ഇപ്പൊ 3000 രൂപ ഞണ്ട് വരെ ഉണ്ട്. ഇപ്പൊ ഒരുപാട് തരത്തിലുള്ള എക്സ്പോർട്ടിങ് ഞണ്ടുകളുണ്ട്, കറി ഞണ്ടുകളുണ്ട്. നല്ല നല്ല നാടൻ കൊഞ്ച് കണ്ടില്ലേ? ഏത് ടൈപ്പാണ് നല്ല കൊഞ്ചൊക്കെ. രാവിലെ 7 മണിക്ക് തന്നെ ഇതുപോലെ നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന സ്പോട്ടിന് ഇല്ലട്ടാ. നല്ല വലിയ കരിമീൻ, കാളാഞ്ചി, പുഴയിൽ അത്യാവശ്യം വലിപ്പമുള്ള മുള്ളൻ, കണമ്പ്, നമ്മുടെയൊക്കെ കെട്ടിന്നും തൂമ്പിന്നും കിട്ടുന്ന നല്ലൊരു ചെമ്മീനാണ് ചൂടൻ ചെമ്മീൻ. ഈ കാണുന്ന ചെമ്മീൻ വനാമി ചെമ്മീൻ. നമ്മുടെയൊക്കെ പരിസരത്ത് ഫാമിലൊക്കെ ഉണ്ടാകുന്ന ചെമ്മീൻ ഈ ഒരു വനാമി. നമ്മുടെയൊക്കെ നാട്ടിൽ ആഴ്ചയിൽ 2 or 3 തക്കം വരും. ആ ഒരു തക്കത്തിന് കിട്ടുന്ന ചെമ്മീനാണ് തൂമ്പിൽ. നല്ല തെള്ളി ചൂടൻ ചെമ്മീൻ, വെള്ളച്ചെമ്മീൻ, നാരൻ ചെമ്മീൻ. എൻ്റെ കയ്യിലുള്ള ചെമ്മീൻ വനാമി ചെമ്മീനാണ്. ഇത് വളർത്ത് ചെമ്മീനാണ്. അത്യാവശ്യം നല്ല മാർക്കറ്റുണ്ട്, നല്ല ടേസ്റ്റൊക്കെ ഉള്ള ചെമ്മീനാണ്. ഇപ്പം നിലവിൽ മാർക്കറ്റ് പ്രൈസ് 320-340 രൂപയാണ് ഈ ഒരു ചെമ്മീനത്തിന്. നല്ല സൂപ്പർ ചെമ്മീനൊക്കെ ഉണ്ട് ഈ ഒരു ചെമ്മീൻ. നമ്മുടെയൊക്കെ നാട്ടിലെ കായലിൽ നിന്നും പുഴയിൽ നിന്നും കിട്ടുന്ന ഒരു മീനാണ് റൂഹ്. ഈ ഒരു മീൻ ഏകദേശം 5-6 കിലോ തൂക്കുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു മീനുണ്ട്. ഈ ഒരു മീൻ തട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ അത്യാവശ്യം നല്ല കച്ചവടമുള്ളൊരു മീൻ കടയാണ്. ഇവിടെ വരുന്ന മീനൊക്കെ നല്ല ഫ്രഷ് മീനുണ്ടാ. നമ്മുടെയൊക്കെ നാട്ടിലെ പുഴകളിൽ നിന്നും കായലുകളിൽ നിന്നും ഫ്രഷായിട്ട് കൊണ്ടുവന്ന മീൻ ഇവിടെ മൊത്ത കച്ചവടക്കാരും ചെറിയ കച്ചവടക്കാരൊക്കെ മേടിക്കുന്ന ചെറിയൊരു സ്പോട്ടുണ്ട്. നമ്മുടെ ഈ സ്പോട്ടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കരുവപ്പെടുന്ന പാലം കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ കടലായി നെടുങ്ങാണ്ടുന്ന റൂട്ടിൽ ചെറിയൊരു മീൻകടയാണ് ഇസ്മായിൽക്കട മീൻകട. ഈ ഒരു മീൻകട ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. ഏകദേശം ഒരു 10-20-25 വർഷത്തോളമായിട്ടുണ്ട് ഈ ഒരു മീൻകട ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. കാവിയിൽ നിന്ന് കിട്ടുന്ന ഫ്രഷ് മീനാണ്. നമ്മുടെ ഈ ഷോപ്പിന് ചെറിയൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഗപ്പി മുതൽ സാരിവാലം വരെ ക്ലീൻ ചെയ്ത് കൊടുക്കും. കക്ക, ചെമ്മീൻ, ഞണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ മീനൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും. പിന്നെ ചെറിയൊരു ചാർജ് ഒരു ഈടാക്കുന്നതാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ചെറിയ തോതിൽ കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു അടിപൊളി വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും
ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക. അപ്പോൾ ഇതുപോലത്തെ രസകരമായ വീഡിയോസുമായി ഇനിയും കാണാം. ഓക്കെ, ബൈ.